നമസ്കാരം. 2019 പ്രളയം മുതൽ വയനാട് ദുരന്തം വരെയുള്ള ദുരന്തമുഖത്തെ എയർലിഫ്റ്റിംഗ് രക്ഷാദൌത്യത്തിന് ചെലവായ തുക ഒഴിവാക്കി തരണമെന്ന് കേന്ദ്രം കേരളത്തോട് വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തുക അടിയന്തരമായി തിരിച്ചു അടയ്ക്കണമെന്ന് കാണിച്ച് കേന്ദ്രം കത്ത് നൽകിയ നടപടി കേരളത്തോടുള്ള കടുത്ത വിവേചനമാണെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. കേന്ദ്ര നടപടിയെ രാഷ്ട്രീയമായി നേരിടാനാണ് സർക്കാർ തീരുമാനം. അതേസമയം കേന്ദ്രം കനിഞ്ഞില്ലെങ്കിൽ തുക അടയ്ക്കാതെ വേറെ വഴിയില്ല. SDRF-ൽ നിന്നും പണം അടച്ചാൽ പ്രതിസന്ധി രൂക്ഷമാകും. കേന്ദ്രത്തിന്റേത് മര്യാദക്കേടാണെന്നും തുക ഒഴിവാക്കി നൽകാൻ ആവശ്യപ്പെടുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കുന്നുണ്ട്. തിരിച്ചടയ്ക്കണമെന്ന് വീണ്ടും വീണ്ടും സമ്മർദ്ദം ചെലുത്തിയാൽ SDRF-ൽ നിന്നും തുക നൽകേണ്ടതിനെ കുറിച്ച് ആലോചിക്കും. ദുരന്തമുഖത്തെ എയർലിഫ്റ്റിന് 132.62 കോടി കേരളത്തോട് ചോദിച്ചത് കടുത്ത വിവേചനമാണ്. തുക ഒഴിവാക്കി നൽകാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടും. ദുരന്തമുഖത്ത് കേന്ദ്രം നൽകുന്ന സേവനങ്ങൾക്കും കേന്ദ്ര ഏജൻസികളുടെ സേവനങ്ങൾക്കും കേന്ദ്രം തന്നെ തുക എടുക്കുന്നതാണ് നല്ലത്. അതല്ലാതെ സംസ്ഥാന SDRF-ൽ നിന്നും എടുത്ത് കേന്ദ്രത്തിന് നൽകാൻ പറയുന്നത് പ്രായോഗികമായും ശരിയായ നടപടിയല്ല. അതായത് സംസ്ഥാനങ്ങളാണ് തുക വഹിക്കേണ്ടതെങ്കിലും അതിന് തുല്യമായ തുക കേന്ദ്രം നൽകേണ്ടതുമാണ്. എന്നാൽ ഈ ഘട്ടത്തിൽ കേരളത്തിന്റെ SDRF ഫണ്ട് തന്നെ പല രീതിയിൽ ഉപയോഗിക്കേണ്ടുള്ളതിനാൽ അതിൽ നിന്നും ഇത്രയും ഭീമമായ തുക കേന്ദ്രത്തിന് നൽകേണ്ടത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും മന്ത്രി രാജൻ പറയുന്നു. പ്രളയം മുതൽ വയനാട് ദുരന്തം വരെയുള്ള എയർലിഫ്റ്റ് സേവനത്തിന് 132.62 കോടി കേരളം തിരിച്ചടയ്ക്കണമെന്ന് വ്യക്തമാക്കി സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കാണ് കേന്ദ്ര സർക്കാർ കത്ത് നൽകിയത്. എത്രയും പെട്ടെന്ന് തുക അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് എയർ വൈസ് മാർഷൽ നൽകിയ കത്ത് കഴിഞ്ഞ ദിവസം കിട്ടിയിരുന്നു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് മാത്രമായി 69,45,46,417 രൂപ നൽകണമെന്നും കത്തിലുണ്ട്. ആദ്യ ദിനമായ ആഗസ്റ്റ് 30 മാത്രം ചെലവ് 8,91,23,500 രൂപയാണ്. വയനാട്ടിലെ എയർലിഫ്റ്റിന് ചെലവായത് 2019 പ്രളയത്തിലും തുടർന്ന് വയനാട് ഉരുൾപൊട്ടലിലും ഉണ്ടായപ്പോൾ വ്യോമസേന എയർലിഫ്റ്റിംഗ് സേവനം നൽകിയിരുന്നു. ഇതിന് ചെലവായ തുക തിരിച്ചടയ്ക്കണമെന്നാണ് ആവശ്യം. വയനാട് ധനസഹായത്തെ ചൊല്ലി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ വലിയ വാദപ്രതിസന്ധിയിലാണ്. പുനരധിവാസത്തിന് ചില്ലിക്കാശ് കിട്ടിയില്ലെന്ന കേരളത്തിന്റെ വലിയ പരാതി നിലനിൽക്കെയാണ് SDRF-ൽ നീക്കിയിരിപ്പിൽ നിന്നും വലിയൊരു തുക കേന്ദ്രം തിരിച്ചു ചോദിക്കുന്നത്. ഇത് തികച്ചും മനസാക്ഷിയില്ലാത്ത നിലപാടാണ്.